My dear students, ഡോക്ടർ ജെയിംസ് ടൈലർക്കൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 75ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ട്യൂബർകുലിനം എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് ഈ എപ്പിസോഡ് നമ്മൾ പരിഗണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില മെൻ്റൽ സിംറ്റംസ് ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല മെൻ്റൽ സിംറ്റംസും ഫിസിക്കൽ സിംറ്റംസും തമ്മിലുള്ള ഒരു ഇൻ്റർചേഞ്ചിൻ്റെ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഓർഗൻസ് തമ്മിലും മെൻ്റൽ സ്ഫിയറും തമ്മിലുള്ള ഒരു കറസ്പോണ്ടൻസിനെ കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനും ഇതിൽ വരുന്നുണ്ട്. ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് കെൻറ്റിൻ്റെ ലെസർ റൈറ്റിങ്സിലെ ഒരു അധ്യായത്തെക്കുറിച്ച്. ആ അധ്യായത്തിൽ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഒരു വിഷയത്തിൻ്റെ വ്യക്തമായ സൂചനകൾ ഇതിൽ വരുന്നുണ്ട്. മനസ്സും ശ്വാസകോശവും തമ്മിലുള്ള, അല്ലെങ്കിൽ ട്യൂബർക്കുലർ ടെൻഡൻസിയും ഇതും ഇൻസാനിറ്റിയും തമ്മിലുള്ള ഒരു ഇൻ്റർചേഞ്ചബിലിറ്റിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സൂചനകൾ വരുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഹോപ്പ്ലെസ്നെസ് ഇൻ മെനി കംപ്ലൈൻറ്റ്സ്. അല്ലെങ്കിൽ നിരവധി രോഗാവസ്ഥകളിൽ രോഗിക്ക് ഒരു പ്രതീക്ഷയില്ലായ്മ, പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥ. ചിലർക്ക് ചെറിയൊരു പനി വന്നാൽ മതി, ചെറിയ തലവേദന വന്നാൽ മതി, ആകെ ഹോപ്പ്ലെസ് ആവും, രക്ഷയില്ല. അപ്പോൾ ആ രോഗാവസ്ഥയുടെ ഒരു ഡെപ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ഫിസിക്കൽ ആയിട്ടൊരു എയിൽമെൻറ്റ് ലഘുവാണെങ്കിലും അത് മനസ്സിലേൽപ്പിക്കുന്ന ആഘാതം വലുതായിരിക്കും. നമ്മൾ തൊട്ടാവാടികൾ എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ചില ആളുകളുണ്ട്. നിസ്സാര പ്രശ്നങ്ങൾ പോലും അവരെ ജീവിതത്തിനെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്നു. ചില ആളുകൾ ആത്മഹത്യയിലേക്ക് പോകും. നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടൊരു നിസ്സാര കാര്യത്തിനൊരു ആത്മഹത്യ ചെയ്യുന്നു? ഇതാണ് ഈ പ്രശ്നം. ആ രോഗാവസ്ഥ അത് വളരെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ മനസ്സിൻ്റെ ഒരു ബലത്തിനെ ഏതാണ്ട് മിക്കവാറും ഇല്ലാതാക്കുന്നു. ചെറിയൊരു പ്രശ്നം മതി, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു, ഹോപ്പ്ലെസ് ആകുന്നു. അതിൽ ചിലർ പോയി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ ഹോപ്പ്ലെസ്നെസ് എന്നുള്ളത് നിരവധി രോഗാവസ്ഥകളോട് ചേർന്ന് ട്യൂബർക്കുലിനത്തിൽ വരുന്നുണ്ടെന്നാണ് കെൻറ്റ് പറയുന്നത്. ആവേർഷൻ ടു മെൻ്റൽ വർക്ക്. അപ്പോൾ മനസ്സ് ക്ഷീണമാകുമ്പോൾ മാനസികമായ അധ്വാനത്തോടൊരു ഇഷ്ടക്കേട് വരും. അതാണ് ആവേർഷൻ ടു മെൻ്റൽ ഹെൽത്ത്. ആങ്സൈറ്റി ഈവനിങ് അണ്ടിൽ മിഡ് നൈറ്റ്. സായാഹ്നത്തിൽ ആരംഭിക്കുന്ന ഈ ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ, അത് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്നു. ഈ ഇത്തരം മാനസികാവസ്ഥകളുടെ സമയം വളരെ പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു ലൈക്കപ്പൊടി ഇതിലാണെന്ന് തോന്നുന്നു, പുലർച്ചെ പ്രഭാതം ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വല്ലാതെ ആങ്ഷ്യസ് ആവുന്ന രോഗി ഉണ്ടോ? ആ സമയത്തിൻ്റെ വ്യത്യാസം. ഇവിടെ അങ്ങനെയല്ല, സായാഹ്നത്തിൽ തുടങ്ങി അർദ്ധരാത്രി വരെ രോഗി ആങ്ഷ്യസ് ആവുന്നു. ആങ്സൈറ്റി ഡ്യൂറിങ് ഫീവർ. പനിയുടെ സമയത്ത് ആങ്ഷ്യസ് ആവുന്നു, ഉത്കണ്ഠ വർദ്ധിക്കുന്നു. ലോക്കാസിറ്റി ഡ്യൂറിങ് ഫീവർ. ഇതൊരു മറ്റു പലയിടത്തും കാണാത്തൊരു ലക്ഷണമാണ്. ലോക്കാസിറ്റി എന്ന് വെച്ചാൽ അമിത സംസാരം, സംഭാഷണം അധികമാകുന്നു. ചില ആളുകളുണ്ടല്ലേ, ചില അവസ്ഥകളിൽ, ഒരു സമാനമായൊരു അവസ്ഥയിൽ, ഉദാഹരണത്തിന് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ചിലർ മൗനികളാവുന്നു, അവർ ഉൾവലിയുന്നു, അവർ മാനസികമായ ചിന്തകളിലേക്ക് അവർ ഉൾവലിയുന്നു. വേറെ ചിലരുണ്ട്, അവർ അമിതമായിട്ട് സംസാരിക്കും. ഒരു ടെൻഷൻ വരുമ്പോൾ, ഒരു ആങ്ഷ്യസ് കണ്ടീഷൻ വരുമ്പോൾ അവർ അമിതമായി സംസാരിക്കും. ഈ മദ്യപാനികളിൽ ചിലർ, പൊതുവേ സംസാരിക്കാത്ത ആളുകൾ മദ്യപിക്കുമ്പോൾ വല്ലാതെ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി പൊതുവെ സംസാരിക്കുന്നവർ മദ്യപിച്ച് കഴിയുമ്പോൾ മൗനികളാവുന്നു. അപ്പോൾ മദ്യം മനസ്സിനെ സ്വാധീനിക്കും, മാനസിക വ്യാപാരങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരം എന്ന് പറയുന്നതൊരു മാനസിക വ്യാപാരത്തിൻ്റെ പലതരം എക്സ്പ്രഷൻസിലൊന്നാണ്. അപ്പോൾ ട്യൂബർക്കുലിൻ പേഷ്യൻ്റ് പനി ബാധിക്കുമ്പോൾ ഒരു അമിതമായി സംസാരിക്കുന്നു, സംസാര താല്പര്യം വർദ്ധിക്കുന്നു. വെറി ഓഫ് ലൈഫ്. ജീവിതത്തോട് വിരക്തി, ജീവിതത്തോട് മടുപ്പ്. കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഒരു
വ്യത്യസ്ത സംസ്കാരങ്ങൾ ചേരുന്ന ഒരു ഒരു നഗരത്തെയാണ് നമ്മൾ കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന് പറയും. ഇപ്പോൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ഒരു പരിധിവരെ ചെന്നൈ, കൊച്ചി, ഇതൊക്കെ കോസ്മോപൊളിറ്റൻ നഗരങ്ങൾ എന്ന് പറയും. അതായത് വ്യത്യസ്ത സംസ്കാരങ്ങൾ ചേരുന്ന ഒരു പ്രദേശം. ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവത്തിൽ കോസ്മോപൊളിറ്റൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സംസ്കാരത്തെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. അയാൾ കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആണ്, എപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു. എല്ലാ സ്ഥലവും അയാൾക്ക് സ്വന്തം നാടുമാരിയാണ്. അപ്പോൾ ഞാൻ കൊച്ചി സ്വദേശി, ഞാൻ തിരുവനന്തപുരം സ്വദേശി, കോഴിക്കോട് സ്വദേശി, ഞാൻ ചെന്നൈ, അങ്ങനെയല്ല. അയാൾക്ക് എല്ലാ നാടുകളും ഒരേ മാതിരിയായിരിക്കും. ഒരു കോസ്മോപൊളിറ്റൻ മൈൻഡ് സെറ്റ്. അപ്പം അങ്ങനെയുള്ളവർ എപ്പോഴും സഞ്ചാരികളായിരിക്കും. ദർ ഓൾവേസ് ഓൺ എ മൂവ്, എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ കോസ്മോപൊളിറ്റൻ നേച്ചർ എന്ന് പറയുന്നത്, മൈൻഡിലെ കോസ്മോപൊളിറ്റൻ നേച്ചർ എന്ന് പറയുന്നത്. ഈ കോസ്മോപൊളിറ്റൻ നേച്ചറിനെ തുടർന്ന് കെൻ്റ് വിശദീകരിക്കുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ടോർമെൻറ്റിങ് പേഴ്സിസ്റ്റന്റ് തോട്ട്സ് ഡ്യൂറിങ് ദ നൈറ്റ്. ടോർമെൻ്റ് അയാളെ പീഡിപ്പിക്കുക, മനസ്സിനെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ, രാത്രി മുഴുവൻ പേഴ്സിസ്റ്റന്റ് തോട്ട്സ്, ചിന്തകൾ മാറുന്നില്ല, ചിന്തകൾ ഇങ്ങനെ തുടരുകയാണ്, പേഴ്സിസ്റ്റൻ്റ് ആണ്. എപ്പോഴും മനസ്സിങ്ങനെ വല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പേഴ്സിസ്റ്റന്റ് തോട്ട്സ്, ടോർമെൻറ്റിങ് തോട്ട്സ്, അയാളെ സ്വയം പീഡിപ്പിക്കുന്ന ചിന്തകൾ. ചിന്തകൾ പലതരത്തിലാകാം. ശാന്തമായ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അഭിവൃദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ബിസിനസ്, പഠനം, ജോലി, കുടുംബം, ഇതിനൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ചിന്തകളാവാം. പക്ഷേ സ്വയം പീഡിപ്പിക്കുന്ന ചിന്തകളുമാകാം. അതാണ് ടോർമെൻറ്റിങ് തോട്ട്സ്, എപ്പോഴും ടോർമെൻറ്റിങ് തോട്ട്സ്. പെർസിസ്റ്റന്റ് തോട്ട്സ് ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയിൽ മുഴുവൻ ഇങ്ങനെ ചിന്തകൾ. തോട്ട്സ് ഇൻട്രൂഡ് ആൻഡ് ക്രൗഡ് അപ്പോൺ ഈച്ച് അതർ ഡ്യൂറിങ് നൈറ്റ്. രാത്രിയിൽ ഇൻട്രൂഡിങ് തോട്ട്സ് ഉണ്ടാവും, ചിന്തകൾ ഇങ്ങനെ കടന്നു കയറി വരികയാണ്. ഇൻട്രൂഡിങ് തോട്ട്സ് പിന്നെന്താ, ക്രൗഡ് അപ്പോൺ ഈച്ച് അതർ, ഒന്നിൻ്റെ മേലെ മറ്റൊന്ന്. ഒരു ചിന്തയിൽ മാത്രം ഇങ്ങനെ പോവുകയല്ല, ഒന്നിൻ്റെ മീതെ മറ്റൊന്ന് ഇങ്ങനെ ചിന്തകളിങ്ങനെ കൂടിക്കലരുന്നു. അപ്പോൾ ഇൻസാനിറ്റിയിലേക്കാണ് ആ പേഷ്യൻ്റ് പോകുന്നത്. ഒരു മനസ്സിൻ്റെ ബാലൻസ് തെറ്റിപ്പോവും. പലതരം ചിന്തകളിങ്ങനെ കൂടിക്കലർന്ന് അവസാനം ആ മനസ്സിൻ്റെ നിയന്ത്രണം, ആ ബോർഡർ ലൈൻ വിട്ടുപോകാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു മാനസികാവസ്ഥയാണ് ട്യൂബർക്കുലർ പേഷ്യൻറ്റിൻ്റേത്. അപ്പം അങ്ങനെ മാനസികാവസ്ഥയുള്ള രോഗികളെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഔഷധങ്ങളിലൊന്ന് എന്തുകൊണ്ടും ട്യൂബർക്കുലിനുമാണ്. വിശേഷിച്ചും ഒരു ട്യൂബർക്കുലർ ഇൻഹെറിറ്റൻസ്, ക്ഷയരോഗം കൊണ്ട് മരിച്ച ഒരു വീട്ടിലുണ്ടെങ്കിൽ, ക്ഷയരോഗത്തിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ, ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ട്യൂബർക്കുലിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. ദീസ് ഐ വിൽ സേ ആർ ദ കോമൺ മെൻ്റൽ ഫീച്ചേഴ്സ് ആൻഡ് ഹാവ് ഓഫൺ yielded when the remedy has been prescribed. അപ്പോൾ ഇതാണ് ഈ ട്യൂബർക്കുലിനത്തിൻ്റെ പൊതുവായുള്ള മാനസികാവസ്ഥകൾ. ഇത് ട്യൂബർക്കുലിനം പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂബർക്കുലിന് യോജിക്കുകയാണെങ്കിൽ, സിമിലിനുമായിട്ട് കാണുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഹെറിഡിറ്ററി നേച്ചർ അവിടെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇതെല്ലാം ട്യൂബർക്കുലിനത്തിന് ഈൽഡ് ചെയ്യും. ട്യൂബർക്കുലിനത്തിൻ്റെ ഒരു ഡോസിന് അത് കീഴ്പ്പെടും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത പൊട്ടൻസികളിലുള്ള റിപ്പീറ്റഡ് ഡോസിന് ഈ മാനസികാവസ്ഥകൾ കീഴ്പ്പെടുകയും രോഗിയുടെ മനസ്സ് തെളിയുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ആരോഗ്യവതിയായ വ്യക്തിയായി അവർ മാറുകയും ചെയ്യും. എനിവൺ ഹു ഹാസ് ഇൻഹെറിറ്റഡ് തൈസിസ്, എനിവൺ ഹു ഹാസ് ബീൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡെബിലിറ്റി, ഹു ഹാസ് ഹാഡ് ഇന്റർമിറ്റന്റ് ഫീവർ വിത്ത് കണ്ടിന്യൂവൽ റിലാപ്സസ് ആൻഡ് ദീസ് മെന്റൽ സിംറ്റംസ് ആർ പ്രസന്റ്, യു മേ തിങ്ക് ഓഫ് ട്യൂബർക്കുലിൻ. ഉണ്ടോ? അതൊക്കെയാണ് ഇന്റർമിറ്റന്റ് ഫീവർ. എന്തൊക്കെയാണ് പറയുന്നത്? ഇന്റർമിറ്റന്റ് ഫീവർ, അത് കണ്ടിന്യൂവൽ റിലാപ്സസ്, വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു, വല്ലാതെ പീഡിപ്പിക്കുന്ന തരത്തിൽ ആവർത്തിച്ച് വരുന്നു. സ്റ്റേറ്റ് ഓഫ് ഡെബിലിറ്റി, രോഗി വല്ലാതെ അവശതയിലേക്ക് പോകുന്നു, ഡെബിലിറ്റിയിലേക്ക് പോകുന്നു. പിന്നെന്താ, ഇത് സമാനമായി ഇപ്പം നേരത്തെ പറഞ്ഞ മെൻ്റൽ ഫീച്ചേഴ്സ് വരുന്നു. അയാൾക്ക് ക്ഷയരോഗത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ട്യൂബർക്കുലിനത്തെക്കുറിച്ച് ചിന്തിക്കണം.
വിശേഷം ഇൻ്റർമിറ്റൻറ്റ് ഫീവേഴ്സിൽ, ആവർത്തിച്ചു വരുന്ന പനികളിൽ ഒക്കെ ട്യൂബർക്കുലോസിനെ ചിന്തിക്കാവുന്നതാണ്. ലോക്കാസിറ്റി ഡ്യൂറിങ് ഫീവർ ഈസ് എ കോമൺ ഫീച്ചർ ഇൻ ഹെക്ടിക് ഫീവർ when the patient is decidedly affected by the toxins of tuberculosis. അപ്പോൾ ഈ ലോക്കാസിറ്റിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, പനിയുടെ സമയത്ത് അമിത ഭാഷണം, അതൊന്ന് വിശദീകരിച്ച് പറയുകയാണ്. ഈ ട്യൂബർക്കുലർ ടോക്സിൻ ക്ഷയരോഗത്തിൻ്റെതായിട്ടുള്ള ഒരു ബാധ, ആ ഒരു വിഷബാധ, ഇപ്പോൾ അതിൻ്റെ ഒരു ശരീരശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ രോഗാണുശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ക്ഷയരോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസ് ആവാം. ആ ടോക്സിൻസിൻ്റെ ബാധയാൽ ഈ പനിയുടെ അവസ്ഥയിൽ ലോക്കാസിറ്റി വരുന്നു. അതൊരു കോമൺ ഫീച്ചറാണ്, ഹെക്ടിക് ഫീവറിൽ ഒരു കോമൺ ഫീച്ചറാണ്. എ പേഴ്സൺ ഗ്രാജുവലി റണ്ണിങ് ഡൗൺ, നെവർ ഫൈൻഡിങ് ദ റൈറ്റ് റെമഡി ഓർ റിലീഫ് ഓൺലി മോമെൻ്ററി, ഹാസ് എ കോൺസ്റ്റന്റ് ഡിസയർ ടു ചേഞ്ച് ആൻഡ് ട്രാവൽ and go somewhere and do something different or to find a new doctor. നേരത്തെ പറഞ്ഞ കോസ്മോപൊളിറ്റൻ നേച്ചറിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണിത്. എന്തൊക്കെയാണ്? രോഗി ക്രമേണ ഇങ്ങനെ രോഗിയുടെ രോഗാവസ്ഥ ഇങ്ങനെ താഴേക്ക് വരികയാണ്, ഒരു അഭിവൃദ്ധിയില്ല, രോഗാവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ? നെവർ ഫൈൻഡ് എ റൈറ്റ് റെമഡി, ഒരിക്കലും കൃത്യമായൊരു ഔഷധം കണ്ടെത്താൻ അയാൾക്ക് പറ്റുന്നില്ല. ആ രോഗി ഡോക്ടർമാർ മാറി മാറി കാണുന്നുണ്ട്, പക്ഷേ അയാൾക്ക് കൃത്യമായിട്ടുള്ള ഔഷധം കിട്ടുന്നില്ല. അയാൾക്ക് എപ്പോഴും യാത്ര ചെയ്യണം, എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ഒരു കോൺസ്റ്റൻറ്റ് ചേഞ്ചാണ് അയാളുടെ ഒരു മനസ്സിൽ നിൽക്കുന്നത്. അതിനുവേണ്ടി അയാൾ യാത്ര ചെയ്യുന്നു, പല പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു, ഒരു ഡോക്ടറെ വിട്ട് വേറൊരു ഡോക്ടറെ കാണുന്നു. അങ്ങനെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഞാൻ വളരെ നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു, പക്ഷേ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് എൻ്റെ ഒരു രോഗം അയാൾ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറിപ്പോകും. അദ്ദേഹം നല്ല പ്രായത്തിന് മരിച്ചുപോയി. എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റാത്തത് എനിക്കിപ്പോഴും വളരെ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് ശരിയായ ചികിത്സ കൊടുക്കാൻ സാധിച്ചില്ല. ഒരു ട്യൂബർക്കുലർ നേച്ചർ ആയിരുന്നു വാസ്തവത്തിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്ഷയരോഗം ബാധിച്ച് മരിച്ച ഒരാളായിരുന്നു. പക്ഷേ ചികിത്സയിൽ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിച്ചില്ല. ഞാനിതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തായിരുന്നു. ശരിക്കൊരു ഈ ഒരു കോസ്മോപൊളിറ്റൻ നേച്ചറിന് ഇപ്പോൾ വായിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ആളുകളെ സിംറ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ട്യൂബർക്കുലോസിനെ സുഖപ്പെടുത്തും. ദ ഡിസയർ ടു ട്രാവൽ, ദാറ്റ് കോസ്മോപൊളിറ്റൻ കണ്ടീഷൻ ഓഫ് ദ മൈൻഡ് ബിലോങ്സ് സോ സ്ട്രോങ്ലി ടു ദ വൺ ഹു നീഡ്സ് ട്യൂബർക്കുലോസിസ്. കണ്ടോ, ആ കോസ്മോപൊളിറ്റൻ നേച്ചർ എപ്പോഴും സ്ഥലം മാറിക്കൊണ്ടിരിക്കണം, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, ഒരു ഡോക്ടറെ മാറ്റി വേറെ ഡോക്ടറെ കാണണം, ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം ജോലിയോ ബിസിനസ്സോ എന്തായാലും ഒന്ന് മാറി മറ്റൊന്ന് ചെയ്യണം. ഒന്നിലും ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു സ്വഭാവം, അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാവില്ല. അതൊരു ട്യൂബർക്കുലോസിസം പേഷ്യൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഇനി മറ്റു ചില ഔഷധങ്ങൾ വരുന്നുണ്ട്, അതാണ് തുടർന്ന് കേട്ട് പറയുന്നത്. ഇറ്റ് കംസ് ഔട്ട് സോ ഓഫൺ ഇൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ഈസ് ഫൗണ്ട് സോ ഓഫൺ ഇൻ ദ കൽക്കേറിയ കാർബുണ്ട്, കൽക്കേറിയ ഫോസ് ഉണ്ട്. അങ്ങനെ കൽക്കേറിയ ഫാമിലിയിൽ വരുന്ന ഔഷധങ്ങളിലും ഈ ഒരു നേച്ചർ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കൽക്കേറിയ കണ്ടറിലാണ്. ആൻഡ് എസ്പെഷ്യലി ഇൻ കൽക്കേറിയ ഫോസ് ഓൾവേസ് വാണ്ട് ടു ഗോ സംവെയർ. കൽക്കേറിയ ഫോസിലുണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം ആ ഒരവസ്ഥ. അപ്പോൾ കൽക്കേറിയ ഫോസ് ബയോകെമിക്സിനുള്ളൊരു മരുന്നാണ്. അപ്പോൾ നമുക്ക് ആ ബയോകെമിക്കിൻ്റെ ഒരു മണ്ഡലത്തിലും അത് ചിന്തിക്കാവുന്നതാണ്. നമുക്ക് പിന്നീട് ബയോകെമിക് തെറാപ്പിയെക്കുറിച്ചുള്ള ആ പുസ്തകം നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. Such is the condition of those about to go to insanity, about to go into some lingering disease. ഉണ്ടോ? ഈ ഒരു കണ്ടീഷൻ ഇൻസാനിറ്റിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയുടെ ഒരു സൂചനയാണ്. അയാളെ കൃത്യസമയത്ത് ഹീൽ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രോഗി ഇൻസാനിറ്റിയിലേക്ക് പോകാം. ഒരു ലിങ്കറിങ് ഡിസീസ്, അയാളെ ഇങ്ങനെ വിടാതെ പിടികൂടുന്ന ഒരു രോഗാവസ്ഥ, ഒരു ക്ഷയരോഗത്തിൻ്റെ ഒരു പാരമ്പര്യം, മനസ്സിലായോ? അങ്ങനെ ഉണ്ടാകാം. പേഴ്സൺസ് ഓൺ ദ ബോർഡർ ലാൻഡ് ഓഫ് ഇൻസാനിറ്റി. ഉണ്ടോ? മനോവിഭ്രാന്തിയുടെ ആ അതിർവരമ്പിൽ നിൽക്കുന്ന ഒരു രോഗി. കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയുന്നില്ലേ, അങ്ങോട്ട് വീണാൽ ഭ്രാന്ത്, ഇങ്ങോട്ട് വീണാൽ സുഖപ്പെടും. എപ്പോൾ വേണമെങ്കിലും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകാം.
ആ ബോർഡർ ലൈനിൽ നിൽക്കുന്നവരാണ് ട്യൂബർക്കുലോസിസ് പേഷ്യൻസ്, കൽക്കേറിയ ഫാമിലിയിലുള്ള ആളുകൾ. അപ്പോൾ ശരിയായി പഠിച്ച് കൃത്യമായ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് crisis and insanity are convertible conditions. The one falls into the other. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്, ക്ഷയരോഗവും മനോവിഭ്രാന്തിയും കൺവേർട്ടബിൾ കണ്ടീഷൻസാണ്, പരസ്പരം മാറുന്ന അവസ്ഥകളാണ്. മുൻപേ ഏതൊരു ലെക്ചറിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ആവർത്തിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അത് നിങ്ങൾക്ക് ഉപകരിക്കും. ഓർഗൻ ഓഫ് മെഡിസിൻ എന്നുള്ള പുസ്തകം എൻ്റെ കയ്യിൽ വരുന്നതിന് മുൻപാണ്. അതിനു മുമ്പ് കൊച്ചിയിൽ വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറുടെ, അദ്ദേഹം 2 വർഷം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ചികിത്സയിലേക്ക് ഞാൻ മാറി അലോപ്പതി ചികിത്സ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ആ ഒരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു പ്രായം ചെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, 70 വയസ്സിലൊക്കെ മേലെയുണ്ട്. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ അദ്ദേഹം ഒരു ക്ഷയരോഗിയാണ്. എപ്പോഴും ചുമച്ച് കാർക്കിച്ച് കഫം തുപ്പിക്കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ, അതായത് ഒരു 86 ആയിരിക്കണം ആ ഒരു സമയത്ത്, അദ്ദേഹത്തിൻ്റെ ക്ഷയരോഗം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ കൂടി ഒന്ന് കൂടി ചേർന്നിട്ട്, വളരെ ദരിദ്രമായ ജീവിതാവസ്ഥയിലുണ്ടായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രമേ ഉള്ളൂ, മറ്റാരും നോക്കാനില്ല, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. നാട്ടുകാരെ കൂടി ഇദ്ദേഹത്തിന് അന്നത്തെ കൊച്ചിയിലെ വള്ളുരുത്തി താലൂക്ക് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയോട് ചേർന്നുള്ള അന്നൊരു TB സാനിറ്റോറിയം, ഇപ്പോൾ അതൊക്കെ ആ ഒരു സമ്പ്രദായം നിന്നുപോയി. ചില ക്ഷയരോഗം വർദ്ധിച്ച് കാണുന്ന സ്ഥലങ്ങളിൽ ക്ഷയരോഗ ആശുപത്രികളുണ്ടാവും, സർക്കാർ ആശുപത്രിയോട് ചേർന്ന്. അവിടെ കൊണ്ടുപോയി ആക്കി, അവിടെ താമസിപ്പിക്കാം, ഭക്ഷണവും ചികിത്സയൊക്കെ അവിടെ കിട്ടും. ഏകദേശം 1 മാസം കൊണ്ട് ആൾ സുഖപ്പെട്ടു എന്നുള്ളത് കൊട്ടേഷനിലാണ്. തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ചുമയൊന്നുമില്ല, പക്ഷേ ക്ഷീണമൊന്നുമില്ല, ആൾ നല്ല കരുത്തനാണ്. പക്ഷേ മനസ്സിനെ താളം തെറ്റിയാണ് വന്നത്, മനോരോഗിയായിട്ടാണ് വന്നത്. പൊട്ടിച്ചിരിച്ചും പൊട്ടിക്കരഞ്ഞും അമിതമായിട്ട് സംസാരിച്ചും, ഈ ലോക്കാസിറ്റി അമിതമായിട്ട് സംസാരിച്ചും ഞങ്ങളുടെയൊക്കെ വീടുകളിലടക്കം അയൽവക്കങ്ങളിലൊക്കെ ഓടി നടക്കുക, വെറുതെ നടക്കുകയല്ല. അയാൾക്ക് അങ്ങനെ ഓടാൻ പറ്റുമെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അസാമാന്യമായ കരുത്തോട് ഓടി നടക്കുക. അങ്ങനെ നാട്ടിലും വീട്ടിലുമൊക്കെ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇയാളെ പിടിച്ചു കൊണ്ടുപോയി ഒരു മനോരോഗ ആശുപത്രിയിൽ കൊണ്ടാക്കി. സിസ്റ്റേഴ്സ് നടത്തിയിരുന്ന ഒരു മനോരോഗ ആശുപത്രിയിൽ കൊണ്ടാക്കി, മനോരോഗത്തിന് ചികിത്സ. അന്നൊക്കെ ഷോക്ക് ട്രീറ്റ്മെൻ്റൊക്കെ ഉള്ള കാലമാണ്, അതൊക്കെ കൊടുത്തോ എന്നറിയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മനോരോഗം മാറി തിരിച്ചു വന്ന ആൾ അവശനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പോലെ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ക്ഷയരോഗം വീണ്ടും ശക്തമായി, പഴയ പോലെ TB സാനിറ്റോറിയത്തിൽ കൊണ്ടാക്കി. ക്ഷയരോഗം മാറി തിരിച്ചു വന്ന വീണ്ടും ഭ്രാന്തമായിട്ട്. ഇത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണ്. ഞാൻ ഡിഗ്രി പഠനം ആരംഭിച്ച കാലം 86 87 ആ കാലഘട്ടത്തിലായിരിക്കാം. അന്ന് ഞാൻ സ്ഥിരമായിട്ട് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു തുടങ്ങിയ സമയമാണ്. 3ാമത്തെ ഈ ഒരു ക്ഷയരോഗത്തിൻ്റെ തിരിച്ചു വരവോടുകൂടി അദ്ദേഹം മരിച്ചുപോയി. ക്ഷയരോഗം 3ാമത് തിരിച്ചു വന്നത് വളരെ രൂക്ഷമായിട്ടായിരുന്നു. അദ്ദേഹം കടുത്ത പനിയൊക്കെ പിടിച്ച് കിടന്ന് പിച്ചിമ്പിയൊക്കെ പിടിച്ച് മരിച്ചുപോയി. ഇപ്പോഴും ആ സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നീട് ഓർഗൺ വായിക്കുകയും കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് വായിച്ചു. ലെക്ചേഴ്സ് ഞാൻ മുഴുവൻ തുടർച്ചയായിട്ട് വായിച്ചിരുന്നില്ല. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ലെസർ റൈറ്റിങ്സ് വായിച്ചു. ലെസർ റൈറ്റിങ്സിലൊരു അധ്യായമുണ്ട്, കറസ്പോണ്ടൻസ് ഓഫ് ഓർഗൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ക്യൂർ. നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണത്. ഈ ശാരീരിക അവയവങ്ങളും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായി കെൻ്റതിൽ പറയുന്നുണ്ട്. കറസ്പോണ്ടൻസ് എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. കരള്, ഹൃദയം, ശ്വാസകോശം, മനസ്സ്, ഇതൊക്കെയാണുള്ള ബന്ധം. ആ ഒരു അധ്യായം ഞാൻ ബാബുശേട്ടനും ഞാനും കൂടി ചേർന്ന് ഒരു പുസ്തകം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ലേഖനങ്ങളിലൊന്ന് കെൻറ്റിൻ്റെ ലേഖനങ്ങളായിരുന്നു. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ സ്നേഹവും ഹൃദയവും ഹോമിയോപ്പതിയിൽ എന്നാണ് മലയാളത്തിൽ ഞാനതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ അതുണ്ട്.
നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. കെൻറ്റിൻ്റെ ലെസർ റൈറ്റിങ്സിൽ ആ അധ്യായമുണ്ട്. ഈ പറയുന്ന കാര്യം, ഈ ക്ഷയരോഗവും മനോവിഭ്രാന്തിയും തമ്മിലുള്ള ഈ ബന്ധം, ഈ കറസ്പോണ്ടൻസിനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി കെൻറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ നിശ്ചയമായും വായിച്ചിരിക്കേണ്ട ഒരു ലേഖനമാണത്. മെനി കേസസ് ദാറ്റ് ആർ ട്രീറ്റഡ് ആൻഡ് ക്യൂർഡ് ആൻഡ് തൈസിസ് ഓഫ് ദ ലങ്സ് ഹാസ് ജസ്റ്റ് ബീൻ ടേൺഡ് അസൈഡ് ഫൈനലി ബിക്കം ഇൻസൈഡ്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നിരവധി കേസുകൾ പറഞ്ഞിട്ടുണ്ട്. പേഴ്സൺസ് ഹു ഹാവ് ബീൻ cured of insanity go into thysis and die, showing the deep-seated character of their nature. ഈ പറഞ്ഞത് തന്നെ ക്ഷയരോഗവും മാനസിക വിഭ്രാന്തിയും തമ്മിലുള്ള അവസ്ഥ, അവസാനം അവർ മരിക്കും. അവർ മരണം ഞാൻ കണ്ടിട്ടുള്ള. The intellectual symptoms and the lung symptoms are interchangeable.